അപ്പോൾ നമുക്കൊപ്പം ശ്രീ കെ സി വേണുഗോപാൽ എം പി കൂടി ചേരുകയാണ്. ശ്രീ കെ സി വേണുഗോപാൽ, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഷെയർ ചെയ്യപ്പെടുകയും സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയൊക്കെ ആരാധകരും ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. കേരളം അത്രമാത്രം കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരിച്ചുവരവാണ്. ഒരു ചെറിയ കാലത്തെ വിടവ് പോലും അത്രമാത്രം മിസ് ചെയ്തു കേരളം എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളി മനസ്സിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ പുറത്താരും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ ജനങ്ങൾ എത്രമാത്രം ആശങ്കാകുലരായിരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ അദ്ദേഹം ക്ലിയറായി തിരിച്ചു വന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു. സിനിമാ നേതാവ് നടനാകുകയും സിനിമയിൽ ശോഭിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷെ ജനമനസ്സുകളിൽ നിലപാടുകളെടുത്ത് സ്ഥാനമുണ്ടാക്കുക എന്ന് പറയുന്നവർക്കാണ് പിന്നീട് വലിയ അംഗീകാരങ്ങൾ തേടി വരിക മനസ്സുകളിൽ, ജനമനസ്സുകളിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ഈ ഒരു തിരിച്ചുവരവ് ജനം ആഘോഷിക്കുന്നത്. കാരണം അവര് മനസ്സിനകത്ത് ആശങ്കാകുലയോടെ നിന്ന ആ കാലഘട്ടത്തിന് അന്ത്യം വന്നിരിക്കുന്നു. വളരെ ക്ലിയറായി മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് കാണുന്നത് സന്തോഷകരമായി. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട്, ഇപ്പോഴല്ല മുമ്പ് കാലഘട്ടങ്ങളിൽ നന്നായി സിനിമ കാണുന്ന ആളായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു പല ക്യാരക്ടറും വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു. അതുകൂടാതെ അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് സന്തോഷകരമായിട്ട് കാണാനാണ് കണ്ടത്. അപ്പോൾ ആ പുഞ്ചിരി, കേരളം ആഗ്രഹിക്കുന്ന പുഞ്ചിരിയുമായിട്ട് മമ്മൂട്ടി വരുന്നത് കാണുമ്പോൾ ഇതിലപ്പുറം വരെ സന്തോഷം നമുക്ക് എന്ത് വേണം എന്നുള്ള ചിന്തയുമായിട്ട് ജനം നിൽക്കുന്നു. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു മമ്മൂട്ടി ഫാനിന്റെ പോസ്റ്റ് ആയിരുന്നോ? മമ്മൂട്ടി ഫാൻ എന്നല്ലേ, ഒരു മമ്മൂട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്നല്ലേ, ഒരു നടനെന്ന നിലയിൽ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുമ്പോൾ അപ്പോൾ തന്നെ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു ആശയദൃഢത അദ്ദേഹം സ്വഭാവത്തിലും വെച്ച് പുലർത്താൻ ശ്രമിക്കാറുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിലും ഞാൻ പലപ്പോഴും ആകർഷണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ കെ സി വേണുഗോപാൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പങ്കുവെക്കപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പോസ്റ്റ്. അദ്ദേഹം ആ സന്തോഷം, എത്രമാത്രം കാത്തിരിപ്പ് മലയാളികൾക്കുണ്ടായിരുന്നു എന്ന ആ സന്തോഷത്തിൽ പങ്കുചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ നമ്മളോട് സഹകരിക്കുകയും ചെയ്തത്. മമ്മൂട്ടിയുമായുള്ള ഒരു സംഭാഷണം പങ്കുവെച്ച് നടൻ വി കെ ശ്രീരാമൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അത് ഒടുവിൽ നടത്തിയ പരിശോധന കഴിഞ്ഞെന്നും രോഗമുക്തനായെന്നും അറിയിച്ചുള്ള മമ്മൂട്ടിയുടെ ഒരു സംഭാഷണമാണ് വി കെ ശ്രീരാമൻ കുറിപ്പായി പങ്കുവച്ചിരുന്നത്. വി കെ ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് ഇങ്ങനെയാണ്: നിന്നെ ഞാൻ കുറേ നേരമായല്ലോ വിളിക്കണ്, നീ വളരെ ബിസിയാണ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ചോദ്യം. ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഓട്ടോറിക്ഷയിൽ ഇതിൻ്റെ സൗണ്ട് കാരണം ഫോൺ അടിച്ചത് അറിഞ്ഞില്ല എന്ന് ഒരു മറുപടി അങ്ങോട്ട് നൽകുന്നു. കാറോ ഡ്രൈവർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ കാര്യവും വിശദീകരിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഞാൻ വിളിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു അവിടെ നിന്ന്. അപ്പോൾ നീ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് അവിടെ നിന്ന് മറുപടി. അപ്പോൾ വി കെ ശ്രീരാമൻ നൽകിയ മറുപടിയാണ്, ഇതാ ഇപ്പോൾ വലിയ കാര്യം, നിങ്ങൾ പാസ്സാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് വി കെ ശ്രീരാമൻ തിരിച്ചു മറുപടി നൽകുന്നു. അപ്പോൾ നീ ആര് പടച്ചോനോ എന്നായിരുന്നു അവിടെ നിന്നുള്ള ചോദ്യം. അതിനുശേഷം ഞാൻ കാലത്തിന് മുമ്പേ നടക്കുന്നവനെന്ന മറുപടി നൽകുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഏത് നേരത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ എന്നാണ് അവിടെ നിന്നുള്ള മറുപടി, മമ്മൂട്ടിയുടെ മറുപടി. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുമായുള്ള ആത്മബന്ധം, ആ സന്തോഷ വാർത്ത പങ്കുവെക്കുന്നതിലെ ആ ഹൃദയബന്ധവും സ്നേഹവും ഒക്കെ ഇഴകലരുന്ന വരികളാണ്. അതൊക്കെ ഇങ്ങനെ മലയാളികൾ ആഘോഷിക്കുകയാണ്, ആ ബന്ധങ്ങളിലെ ആഴം അറിയുകയാണ്. മഞ്ജു വാര്യർ ഒരൊറ്റ വരി പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഒപ്പം മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും മഞ്ജു ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥനാ സൂചകമായി തൊഴുകൈയോടെ ഒട്ടേറെ ഇമോജികൾക്കൊപ്പം രമേശ് പിഷാരടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. വെൽക്കം ബാക്ക് ടൈഗർ എന്നാണ് മഞ്ജു വാര്യർ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. രമേശ് പിഷാരടി ഒരുപാട് തൊഴുകൈകളോടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചു. മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു ചിത്രവും രമേശ് പിഷാരടി പങ്കുവച്ചിട്ടുണ്ട്. ശ്വേത മേനോൻ നമ്മളോടൊപ്പം ഈ വാർത്ത വന്നതിന് ശേഷം
സംസാരിച്ചു. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ആദ്യ വനിതയാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ ശ്വേതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഐ എം സോ ഹാപ്പി. ആൻഡോ പറഞ്ഞുകൊണ്ട് അത് ഒഫീഷ്യലി ആയിട്ട് തന്നെ നമ്മളത് കരുതണം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. സോ വി ഷുഡ് ഓൾ വിഷ് ഹിം എ ഗുഡ് ഹെൽത്ത് ആൻഡ് ലോട്ട്സ് ഓഫ് എന്താ പറയാ എല്ലാം ലൈഫ് ആൻഡ് ഐസ് എല്ലാം. മാലാ പാർവതിയും ആൻഡോ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരു കമന്റ് ഇടുന്നു. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മാലാ പാർവതിയും വലിയ സന്തോഷമാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ പ്രകടിപ്പിച്ചത്. ആശുപത്രിയോടും ശുശ്രൂഷിച്ച എല്ലാവരോടും പ്രാർത്ഥിച്ചവരോടും ഒക്കെയുള്ള കടപ്പാട് കൂടി പങ്കുവെക്കുന്നതായിരുന്നു മാലാ പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം ന്യൂസ് 18നോട് മാലാ പാർവതി സംസാരിച്ചു. അതിലേക്ക് 6 മാസമായിട്ട് മമ്മൂക്കയും മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാല് മാർച്ച് ഏപ്രിൽ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കുടുംബങ്ങളിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു കാണും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അതിൽ ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ്. മുഴുവനായിട്ടും ടോട്ടൽ റെമിഷൻ, മുഴുവൻ അസുഖം നെഗറ്റീവായി, അസുഖം മാറി എന്നറിയുമ്പോൾ നമുക്കത് ഒരു വലിയ ഇത്രയും ഭയങ്കര ഒരുപാട് നന്ദിയോടെ ഈശ്വരനോട് നന്ദി, ചികിത്സിച്ച ഡോക്ടർമാരോട് ആശുപത്രിയോടും ഒക്കെ നന്ദി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇനിയും എത്രയോ വേഷങ്ങൾ കാണാനുണ്ട്. അതിനുശേഷമായിരുന്നു കേരളം കാത്തിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് മമ്മൂട്ടിക്ക് കെട്ടിപ്പിടിച്ച് മുത്തം നൽകുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. ഒരു പരിപാടിയിലെ വേദിയിൽ മമ്മൂട്ടിയെ ചുംബിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഹൃദയത്തിൻ്റെ ഇമോജിയോട് കൂടിയാണ് ഈ ചിത്രം പങ്കുവച്ചത്. നേരത്തെ മോഹൻലാൽ മമ്മൂട്ടിയുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തിയത് ഒക്കെ വാർത്തയായിരുന്നു. എന്തായാലും ആ സ്നേഹം മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു ചിത്രം മോഹൻലാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പങ്കുവച്ചു. എന്തായാലും കേരളം വലിയ ആഘോഷത്തോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയോടുകൂടി മഹാനടന്റെ മടങ്ങിവരവ് ആഘോഷിക്കുകയാണ്. ഇനി കേരളത്തിലേക്കുള്ള വരവ് കാത്തു നിൽക്കുകയാണ്. പ്രത്യേക ബുള്ളറ്റിൻ